നമസ്തേ. മഹാഭാരതത്തിലൊരു കഥയുണ്ട്. പാണ്ഡവർ വനവാസം ചെയ്യുന്ന സമയത്ത് ദുര്യോധനാദികൾ പാണ്ഡവരുടെ കഷ്ടങ്ങള് ക്ലേശങ്ങള് അറിഞ്ഞ് അവരെ പരിഹസിക്കുന്നതിന് വേണ്ടി ദുര്യോധനൻ്റെ നേതൃത്വത്തിൽ ധാരാളം പടയാളികൾ, അതുപോലെ ദുര്യോധനൻ്റെ സഹോദരന്മാർ 100 പേര് എല്ലാവരും പോവുകയാണ് വനത്തിലേക്ക്. അപ്പോൾ പോയ വഴിയിൽ ഒരു ഗന്ധർവൻ വനത്തിൽ വെച്ച് ദുര്യോധനാദികളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് എല്ലാവരെയും മരത്തിൽ പിടിച്ചു കെട്ടിയിട്ടു. ഈ വിവരം പാണ്ഡവരറിഞ്ഞു. അർജുനനും ഭീമനും ഒക്കെ കൈകൊട്ടി ചിരിച്ചു. കാരണം അവർക്കത് തന്നെ വരണം. തങ്ങളുടെ ക്ലേശങ്ങളും കഷ്ടങ്ങളും ഒക്കെ കണ്ട് തങ്ങളെ പരിഹസിക്കുന്നതിന് വേണ്ടി വന്ന് അവർക്കിത് തന്നെ വരണം എന്ന് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠനായ ധർമ്മപുത്രർ പറഞ്ഞു, നമുക്ക് പോയി ആ ഗന്ധർവനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചായിരുന്നാലും ദുര്യോധനാദികളെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭീമൻ ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു, ജ്യേഷ്ഠ, നമ്മുടെ കഷ്ടങ്ങളും ക്ലേശങ്ങളും കണ്ട് അത് നമ്മെ പരിഹസിച്ച് ചിരിച്ച് അതിനു വേണ്ടിയല്ലേ അവരിവിടെ വന്നത്? അവർക്കിത് തന്നെ വേണ്ടേ? അവരെ എന്തിനും നമ്മൾ രക്ഷപ്പെടുത്താൻ പോകണം എന്ന് ചോദിക്കുമ്പോൾ ധർമ്മപുത്രർ പറയുന്ന ഒരു ഭാഗമുണ്ട് മഹാഭാരതത്തിൽ. അന്യരോട് ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ 105 മുക്കണം. തമ്മിൽ നാം പോരടിക്കുമ്പോൾ നമ്മൾ 5, അവർ 100 പേർ. ഒരു പൊതുശത്രുവിനോട് ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. തമ്മിലാണ് നമ്മൾ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകളോ അതുപോലെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് തമ്മിൽ തീർക്കാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു പൊതുശത്രുവിനോട് ഏറ്റുമുട്ടുമ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. നമ്മുടെ രാഷ്ട്രം ഇന്ന് അങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ, ഞാനിത് പറയാൻ കാരണം, പാകിസ്ഥാനെതിരെ നമ്മുടെ രാജ്യം ശക്തമായ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ശക്തമായ സൈനിക നടപടി തുടങ്ങിയപ്പോൾ ഇവിടെ തന്നെ നിന്നുകൊണ്ട് അതിനെ രൂക്ഷമായി വിമർശിക്കുകയും രാഷ്ട്രവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്ന അനേകം പേര് ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. ഇവർ നമ്മുടെ രാഷ്ട്രത്തിന് ശരിക്കും പറഞ്ഞാൽ എന്താണ്? രാമായണത്തിൽ പറയുന്നുണ്ട്, ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോടരികെ വസിക്കുന്ന ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവനെന്ന് നിർണയമെന്നാണ്. ശത്രുവല്ല ശത്രു, മിത്രഭാവത്തോടുകൂടി നമ്മുടെ കൂടെ തന്നെ ഇരിക്കുന്നവരാണ് നമുക്ക് ഏറ്റവും വലിയ അപകടം. അത് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ദയവായി ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തണം. എല്ലാവർക്കും നമസ്തേ.